ഗുഡ് മോർണിംഗ്. പ്രഭാത വാർത്തയിലേക്ക് സ്വാഗതം. ഞാൻ ഡോണ. വൈദ്യപരിശോധന പൂർത്തിയായി. ബോബി ചെമ്മണ്ണൂർ എറണാകുളം സെൻട്രൽ സ്റ്റേഷൻ ലോക്കപ്പിൽ രാവിലെ കോടതിയിൽ ഹാജരാക്കും. കൊച്ചി. ലൈംഗികാധിക്ഷേപം നടത്തിയെന്ന നടി ഹണി റോസിന്റെ പരാതിയിൽ അറസ്റ്റിലായ വ്യവസായി ബോബി ചെമ്മണ്ണൂരിനെ എറണാകുളം ജനറൽ ആശുപത്രിയിലെത്തിച്ച് വൈദ്യപരിശോധന നടത്തി. തുടർന്ന് എറണാകുളം സെൻട്രൽ സ്റ്റേഷനിൽ ലോക്കപ്പിലാക്കി. വയനാട്ടിൽ നിന്ന് ബുധനാഴ്ച രാവിലെ കസ്റ്റഡിയിലെടുത്ത ബോബിയുമായി പോലീസ് സംഘം രാത്രിയോടെ എറണാകുളം സെൻട്രൽ സ്റ്റേഷനിലെത്തി അറസ്റ്റ് രേഖപ്പെടുത്തി. പ്രത്യേക പോലീസ് സംഘം ബോബിയെ ചോദ്യം ചെയ്തു. തുടർന്നാണ് എറണാകുളം ജനറൽ ആശുപത്രിയിലെത്തിച്ച് വൈദ്യപരിശോധന നടത്തിയത്. ബോബി ചെമ്മണ്ണൂരിനെ ഇന്ന് രാവിലെ കോടതിയിൽ ഹാജരാക്കും. ബോബിയുടെ ജാമ്യാപേക്ഷ ഇന്ന് കോടതി പരിഗണിക്കും. ജാമ്യാപേക്ഷയിൽ അഡ്വക്കേറ്റ് ബി രാമൻപിള്ള ഹാജരാകും. നടി ഹണി റോസിനെതിരെ നടത്തിയത് ദ്വയാർത്ഥ പ്രതികരണമെന്നും മോശമായ കാര്യങ്ങളൊന്നും പറഞ്ഞിട്ടില്ലെന്നും കുറ്റബോധമില്ലെന്നും ബോബി ചെമ്മണ്ണൂർ മാധ്യമങ്ങളോട് പ്രതികരിച്ചു. മുൻകൂർ ജാമ്യമെടുക്കാൻ പോകുമ്പോഴാണ് പോലീസ് പിടികൂടിയതെന്നും കേസിന് പിന്നിൽ ഗൂഢാലോചനയില്ലെന്നും ബോബി കൂട്ടിച്ചേർത്തു. നടി ഹണി റോസ് നൽകിയ രഹസ്യമൊഴിയിൽ വ്യവസായി ബോബിക്കെതിരെ കൂടുതൽ വിവരങ്ങളുണ്ടോ? നിലവിൽ എടുത്തിരിക്കുന്ന കേസിൽ ബോബി ചെമ്മണ്ണൂരിനെതിരെ കൂടുതൽ വകുപ്പുകൾ ചുമത്താൻ സാധ്യതയുണ്ടോ എന്നതിൽ നിർണായകമാവുക ഈ രഹസ്യമൊഴിയായിരിക്കും. എറണാകുളം ഫസ്റ്റ് ക്ലാസ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് മുൻപാകെയാണ് ഹണി റോസ് 2 മണിക്കൂറോളം രഹസ്യമൊഴി നൽകിയത്. ബോബിയെ ഈ മൊഴികളുടെ കൂടി അടിസ്ഥാനത്തിലാണ് ചോദ്യം ചെയ്യുന്നത്. നേരത്തെ താൻ ബോബി ചെമ്മണ്ണൂരിൽ നിന്ന് നേരിട്ട ദ്വയാർത്ഥം കലർന്ന ലൈംഗികാധിക്ഷേപങ്ങളും അപകീർത്തിപ്പെടുത്തലുകളും അടക്കമുള്ളവ വ്യക്തമാക്കിയാണ് ഹണി റോസ് പോലീസിനു പരാതി നൽകിയത്. കണ്ണൂർ ആലക്കോട് ബോബിയുടെ ഉടമസ്ഥതയിലുള്ള ജ്വല്ലറി ഉദ്ഘാടനവുമായി ബന്ധപ്പെട്ട് നടന്ന കാര്യങ്ങളടക്കം ഹണി റോസ് പരാതിയിൽ വിശദമായി പ്രതിപാദിച്ചിരുന്നു. അതിനുശേഷം പല വേദികളിലും തന്നെക്കുറിച്ച് നടത്തിയ ലൈംഗികാധിക്ഷേപം കലർന്ന പരാമർശങ്ങളുടെയും മറ്റും ഡിജിറ്റൽ തെളിവുകളും ഹാജരാക്കി. തന്റെ പേരും ചിത്രവും ഉൾപ്പെടുത്തി തംബ്നെയിൽ സൃഷ്ടിച്ച് ഈ പരാമർശങ്ങൾക്ക് പ്രചാരം നൽകിയ 20ഓളം യൂട്യൂബ് ചാനലുകൾക്കെതിരെയും ഹണി റോസ് പരാതി നൽകിയിട്ടുണ്ട്. ഇതിനു പിന്നാലെയാണ് ഹണി റോസ് ബുധനാഴ്ച മജിസ്ട്രേറ്റ് മുൻപാകെ രഹസ്യമൊഴി നൽകിയത്. ഇതിലെ വിശദാംശങ്ങൾ പുറത്തുവരില്ലെങ്കിലും പോലീസ് ഈ വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാവും ഏതൊക്കെ കുറ്റങ്ങൾ ഉൾപ്പെടുത്തണം എന്നത് തീരുമാനിക്കുക. നിലവിൽ ലൈംഗികമായി അധിക്ഷേപിക്കുന്നതടക്കമുള്ള കാര്യങ്ങൾ ഉൾപ്പെടെ കൈകാര്യം ചെയ്യുന്ന BNSലെ 75, IET ആക്ടിലെ 67 വകുപ്പുകളാണ് ബോബി ചെമ്മണ്ണൂരിനെതിരെ ചുമത്തിയിരിക്കുന്നത്. തിരുപ്പതി ക്ഷേത്രത്തിൽ കൂപ്പൺ കൗണ്ടറിലേക്ക് ആളുകൾ തള്ളിക്കയറി തിരക്കിൽപ്പെട്ട് 6 പേർ മരിച്ചു. ഹൈദരാബാദ്. തിരുപ്പതി ക്ഷേത്രത്തിൽ തിക്കിലും തിരക്കിലുംപ്പെട്ട് 6 മരണം. വൈകുണ്ഠ ഏകാദശി ദർശന കൂപ്പൺ വിതരണത്തിനിടെയാണ് അപകടം. കൂപ്പൺ വിതരണ കൗണ്ടറിലേക്ക് ആളുകൾ തള്ളിക്കയറുകയായിരുന്നു. ഒട്ടേറെ പേർക്ക് പരിക്കേറ്റു. സ്ഥിതി ഇപ്പോഴും നിയന്ത്രണ വിധേയമല്ലെന്നാണ് വിവരം. പരിക്കേറ്റവരെ ക്ഷേത്രത്തിനു സമീപത്തെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ദക്ഷിണേന്ത്യയിലെ ഏറ്റവും വലിയ തീർത്ഥാടന കേന്ദ്രങ്ങളിലൊന്നാണ് തിരുപ്പതി. മുഖ്യമന്ത്രി ചന്ദ്രബാബു നായിഡു ഇന്ന് തിരുപ്പതി സന്ദർശിക്കും. സാമ്രാജ്യം വിസ്തൃതമാക്കാൻ ട്രംപ്. പുതിയ വിവാദങ്ങൾക്കു തിരികൊളുത്തിയ പ്രസ്താവന. വാഷിംഗ്ടൺ. US പ്രസിഡന്റായി അധികാരമേൽക്കാൻ ദിവസങ്ങൾ മാത്രം ശേഷിക്കെ സാമ്രാജ്യം വിസ്തൃതമാക്കുന്നത് സംബന്ധിച്ച് ഡൊണാൾഡ് ട്രംപിന്റെ പ്രസ്താവനകൾ പുതിയ വിവാദങ്ങൾക്കു തിരികൊളുത്തി. ഗ്രീൻലാൻഡും പാനമ കനാലും USന്റെ ഉടമസ്ഥതയിൽ കൊണ്ടുവരുന്നത് പലപ്പോഴും ട്രംപ് പരാമർശിച്ചിട്ടുള്ളതാണെങ്കിലും 20ന് 2ാം ഭരണം തുടങ്ങുമെന്ന് ആവർത്തിച്ചതാണ് ലോകം ഗൗരവത്തോടെ കാണുന്നത്. ഫ്ലോറിഡയിലെ വസതിയിൽ ഇന്നലെ 1 മണിക്കൂർ നീണ്ട മാധ്യമ സമ്മേളനത്തിൽ ഗ്രീൻലാൻഡ് സ്വന്തമാക്കാൻ സൈനിക നീക്ക സാധ്യതയും ട്രംപ് തള്ളിയില്ല. കാനഡയെ US സംസ്ഥാനമാക്കാൻ സൈനിക നടപടിക്ക് മുതിരുമോ എന്ന ചോദ്യത്തിന് അതിനായി സാമ്പത്തിക നടപടി മതിയല്ലോ എന്നായിരുന്നു മറുപടി. വിവാദം ചൂടുപിടിച്ചിരിക്കെ ട്രംപിന്റെ മൂത്തമകൻ ഡൊണാൾഡ് ട്രംപ് ജൂനിയർ ഗ്രീൻലാൻഡ് സന്ദർശിച്ചു. ട്രംപിന്റെ സ്വകാര്യ വിമാനത്തിൽ ഗ്രീൻലാൻഡിന്റെ തലസ്ഥാനമായ നുക്കിൽ വന്നിറങ്ങിയ ട്രംപ് ജൂനിയർ പിന്നീട് പോഡ്കാസ്റ്റിൽ ഊഹാപോഹങ്ങൾക്കു മറുപടി നൽകി. ഇല്ല, ഞാൻ ഗ്രീൻലാൻഡ് വാങ്ങാൻ പോകുന്നില്ല. ഗ്രീൻലാൻഡ് സ്വന്തമാക്കാൻ ആഗ്രഹിക്കുന്ന ആദ്യത്തെ US പ്രസിഡന്റല്ല ട്രംപ്. USന്റെ 17ാം പ്രസിഡന്റായിരുന്ന ആൻഡ്രൂ ജോൺസൺ 1860കളിൽ ഈ നിർദ്ദേശം കൊണ്ടുവന്നിരുന്നു. ധാതുസമ്പത്തിൽ സവിശേഷവും US സൈനിക താവളം സ്ഥിതി ചെയ്യുന്നതുകൊണ്ട് തന്ത്രപ്രധാനവുമായ ഗ്രീൻലാൻഡ് വഴി പോയാൽ USൽ നിന്ന് യൂറോപ്പിലെത്താനുള്ള ദൂരവും കുറയും. ഗ്രീൻലാൻഡിനെ സ്വന്തമാക്കേണ്ടത് USന്റെ സാമ്പത്തിക സുരക്ഷയ്ക്ക് അത്യാവശ്യമാണെന്ന് കഴിഞ്ഞ മാസം ട്രംപ് പറഞ്ഞപ്പോൾ വിൽപ്പനയ്ക്ക് വച്ചിരിക്കുകയല്ലെന്ന് ഗ്രീൻലാൻഡ് പ്രതികരിച്ചിരുന്നു. ഗ്രീൻലാൻഡുകാർ സ്വന്തം ഭാവി തീരുമാനിക്കട്ടെ എന്ന നിലപാടാണ് ഡെൻമാർക്ക് പ്രധാനമന്ത്രി മെറ്റെ ഫ്രെഡറിക്സണും ഗ്രീൻലാൻഡ് പ്രധാനമന്ത്രി മുട്സി ഏദയ്ക്കും. സൂര്യൻ അപൂർവമായി മാത്രം മഞ്ഞുമൂടിയ ഗ്രീൻലാൻഡ് ആർട്ടിക് മേഖലയിലാണ് സ്ഥിതി ചെയ്യുന്നതെങ്കിലും ഗ്രീൻലാൻഡ് യൂറോപ്യൻ രാജ്യമായ ഡെൻമാർക്കിന്റെ കീഴിലാണ്. ഭൂമിശാസ്ത്രപരമായി വടക്കേ അമേരിക്കൻ ഭൂഖണ്ഡത്തിന്റെ ഭാഗം. രാഷ്ട്രീയ സാംസ്കാരിക ബന്ധങ്ങൾ യൂറോപ്പുമായി. 1979ലാണ് ഹിതപരിശോധനയിലൂടെ സ്വയംഭരണം ലഭിച്ചത്. കഷ്ടിച്ച് 57,000 പേരുള്ള ഗ്രീൻലാൻഡ് ലോകത്തെ ഏറ്റവും വലിയ ദ്വീപ് കൂടിയാണ്. തുടർച്ചയായി സൂര്യപ്രകാശം കിട്ടുന്നത് വർഷത്തിൽ 2 മാസം മാത്രം. 80% ഭാഗവും മഞ്ഞുമൂടിക്കിടക്കുന്നു. ചിലയിടങ്ങളിൽ ഈ മഞ്ഞുപുതപ്പിന് 4 കിലോമീറ്റർ വരെ കട്ടിയുണ്ടാകും. ആഗോളതാപനം മൂലം ഇതിനൊക്കെ മാറ്റം വന്നു തുടങ്ങിയിട്ടുണ്ട്. പ്രേമജ ചോദിക്കുന്നു, എവിടെ എന്റെ മകൾ? യുവതിയെ വനത്തിൽ കാണാതായിട്ട് 9 ദിവസം. കണ്ണൂർ.
കണ്ണവം വനത്തിൽ കാണാതായെന്നു കരുതുന്ന സിന്ധുവിനെക്കുറിച്ച് ചോദിച്ചപ്പോഴേക്കും അമ്മ പ്രേമജയുടെ കണ്ണുകൾ നിറഞ്ഞു. പ്രേമജ തൊഴിലുറപ്പിന് പോകാറുണ്ട്. സിന്ധുവിന്റെ ഷെഡിന് അടുത്തുകൂടി പോകുമ്പോൾ അവളെ വിളിക്കും. ചിലപ്പോൾ മാത്രമേ മറുപടി ലഭിക്കൂ. കഴിഞ്ഞ ചൊവ്വാഴ്ച രാവിലെ വിളിച്ചപ്പോൾ മറുപടി ഉണ്ടായില്ല. ഉറങ്ങുകയാണെന്നു കരുതി പ്രേമജ പിന്നെ വിളിച്ചതുമില്ല. വൈകിട്ട് തിരികെ വരുമ്പോഴും സിന്ധു വീട്ടിലുണ്ടായിരുന്നു. അങ്ങനെയാണ് നാട്ടുകാരെ അറിയിച്ചത്. പിന്നെ പോലീസ് സ്റ്റേഷനിലും പഞ്ചായത്ത് ഓഫീസിലും വനം വകുപ്പിലും അറിയിച്ചു. സിന്ധുവിന് മാനസിക ബുദ്ധിമുട്ടുകളുണ്ടായിരുന്നു. വിളിച്ചാൽ വരില്ല. നമ്മുടെ കിണറ്റിൽ നിന്ന് വെള്ളമെടുക്കില്ല. അടുത്ത തോട്ടിൽ നിന്ന് വെള്ളം കോരിക്കൊണ്ടുവരികയാണ് പതിവ്, സഹോദരി ശ്രീജ പറഞ്ഞു. അധികമാരോടും സംസാരിക്കാത്തയാളാണ് പൊരുന്ന വീട്ടിൽ എൻ സിന്ധു, 40. കഴിഞ്ഞ തിങ്കളാഴ്ച വൈകിട്ട് അറക്കലിൽ വെച്ചാണോ അച്ഛൻ പി കുമാരൻ മകളെ അവസാനമായി കണ്ടത്. ഇതാദ്യമായല്ല സിന്ധുവിനെ കാണാതാകുന്നത്. എന്നാൽ മുൻപ് കാണാതായതിന്റെ പിറ്റേന്ന് സിന്ധു തിരിച്ചെത്തിയിരുന്നു. ഗർഭാശയകള ക്യാൻസർ പരിശോധന ഇന്ന് കോടഞ്ചേരി. ഇന്ന് 2025 ജനുവരി 9 വ്യാഴം കോടഞ്ചേരി കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ വെച്ച് ഗർഭാശയകള ക്യാൻസർ പരിശോധന രാവിലെ 9 മണി മുതൽ ഉച്ചയ്ക്ക് 1 മണി വരെ ഉണ്ടായിരിക്കുന്നതാണ്. ഒപി ടിക്കറ്റ് നിർബന്ധമായും എടുക്കേണ്ടതാണ്. ഗ്രാമസഭകൾ. ഭിന്നശേഷി ഗ്രാമസഭ കോടഞ്ചേരി പഞ്ചായത്തിലെ ഭിന്നശേഷി ഗ്രാമസഭ വെള്ളിയാഴ്ച 10 ജനുവരി രാവിലെ 10:30 മരിയൻ ഓഡിറ്റോറിയത്തിൽ വെച്ച് നടക്കും. വയോജന ഗ്രാമസഭ കോടഞ്ചേരി പഞ്ചായത്തിലെ വയോജന ഗ്രാമസഭ വെള്ളിയാഴ്ച 10 ജനുവരി രാവിലെ 11:30 മരിയൻ ഓഡിറ്റോറിയത്തിൽ വെച്ച് നടക്കും. മകളറിയാൻ ഏകദിന ശില്പശാല സംഘടിപ്പിച്ചു. കോടഞ്ചേരി സെന്റ് ജോസഫ് ഹൈസ്കൂളിലെ പെൺകുട്ടികൾക്കായി മകളറിയാൻ എന്ന പേരിൽ ഏകദിന ബാലികാ ശാക്തീകരണ ശില്പശാല സംഘടിപ്പിച്ചു. പ്രകാശം പരത്തുന്ന പെൺകുട്ടികൾ എന്ന വിഷയത്തിൽ സംഘടിപ്പിച്ച ശില്പശാലയ്ക്ക് സിസ്റ്റർ ബീന അഗസ്റ്റിൻ, സിസ്റ്റർ വിനീത, സിസ്റ്റർ ഡോണ മരിയ എന്നിവർ നേതൃത്വം വഹിച്ചു. കൗൺസിലിംഗ്, മാനസികാരോഗ്യ, നേതൃത്വ പരിശീലനം എന്നീ മാർഗങ്ങളിലൂടെ ഇന്നത്തെ കാലഘട്ടത്തിൽ പെൺകുട്ടികൾ അകപ്പെടുന്ന ചതിക്കുഴികളെക്കുറിച്ചും അതിന്റെ ദൂഷ്യഫലങ്ങളെക്കുറിച്ചും കുട്ടികളെ ബോധവാന്മാരാക്കി പെൺകുട്ടികളെ അവരുടെ വ്യക്തിത്വത്തിന്റെ മഹനീയത വെളിപ്പെടുത്തി കൊടുത്ത സെമിനാറിൽ ഹൈസ്കൂളിലെ മുഴുവൻ പെൺകുട്ടികളും പങ്കെടുത്തു. സ്കൂൾ സീനിയർ അധ്യാപിക സുബി ഉദ്ഘാടനം നിർവഹിച്ച പരിപാടിക്ക് പ്രധാന അധ്യാപകൻ ബിനു ജോസ് സ്വാഗതം ആശംസിച്ചു. അധ്യാപകരായ ജൂലി അലക്സ്, ഷീബ ജോർജ്, സബിത ജോസഫ് എന്നിവർ ഈ പരിപാടിക്ക് നേതൃത്വം നൽകി. സെമിനാറിൽ അമ്മമാരുടെ പങ്കാളിത്തം ശ്രദ്ധേയമായി. ജനുവരി 22 പണിമുടക്കിന് പിന്തുണ പ്രഖ്യാപിച്ചു. തിരുവമ്പാടി പഴയ പെൻഷൻ പുനഃസ്ഥാപിക്കുക, 12ാം ശമ്പള പരിഷ്കരണ നടപടികൾ ആരംഭിക്കുക, ക്ഷാമബത്ത ശമ്പള പരിഷ്കരണ കുടിശ്ശിക പൂർണ്ണമായും അനുവദിക്കുക, ലീവ് സറണ്ടർ മരവിപ്പിച്ച നടപടി പിൻവലിക്കുക, മെഡിസെപ് സർക്കാർ ഏറ്റെടുക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ച് സംസ്ഥാന സർക്കാർ ജീവനക്കാരും അധ്യാപകരും ജനുവരി 22 നടത്തുന്ന പൊതുപണിമുടക്കിന് KPSCPA തിരുവമ്പാടി ബ്രാഞ്ച് സമ്മേളനം പിന്തുണ പ്രഖ്യാപിച്ചു. സംസ്ഥാന സമിതി അംഗം സുധീർ കുമാർ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. ഉപജില്ലാ ട്രഷറർ ബിൻസ് പി ജോൺ അധ്യക്ഷത വഹിച്ചു. ജോളി ജോസഫ്, സിറിൽ ജോർജ്, മുഹമ്മദലി ഇ.കെ, ബിജു മാത്യു, ബിജു വി ഫ്രാൻസിസ് എന്നിവർ പ്രസംഗിച്ചു. ജിയോ ജോർജ്, ജെഫിൻ സെബാസ്റ്റ്യൻ, അജയ് PS എന്നിവരെ ബ്രാഞ്ച് ഭാരവാഹികളായി സമ്മേളനം തെരഞ്ഞെടുത്തു. സ്ഥലം വിൽപ്പനക്ക്. തിരുവമ്പാടി പഞ്ചായത്തിൽ പുല്ലൂരാമ്പാറക്കടുത്ത് അത്തിപ്പാറ മെയിൻ റോഡ് സൈഡിൽ തുരങ്കപാതയോട് ചേർന്ന് വിടവെക്കുവാൻ അനുയോജ്യമായ 10.25 സെന്റ് സ്ഥലം വിൽപ്പനക്ക്. കൂടുതൽ വിവരങ്ങൾക്ക് 7950800921672482. വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം. വാർത്തകളും പരസ്യങ്ങളും അറിയിക്കുവാൻ വേണ്ടി കോടഞ്ചേരി മീഡിയ അഡ്മിന്മാരെ ബന്ധപ്പെടാവുന്നതാണ്.